ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈസിയായി പെട്ടെന്ന് ക്രിസ്മസിന് ഒരു വൈൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 7 ഐറ്റം ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം കേട്ടോ. ആദ്യം ചെറിയൊരു പൈനാപ്പിൾ ഇതുപോലെ അരിഞ്ഞത്, അതിനുശേഷം 2 മീഡിയം പേരയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 ആപ്പിള്, 2 പൂവമ്പഴം വേണം. പൂവമ്പഴനോ പാളയംകുടനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ഏതെന്ന് വെച്ച് എടുക്കാം. അതിനുശേഷം 2 മീഡിയം മാതളം, 3 ഓറഞ്ച്, കുരു കളഞ്ഞ ഓറഞ്ചാണ്, 1 കിലോ കറുത്ത മുന്തിരി, ജ്യൂസിനൊക്കെ എടുക്കുന്ന മുന്തിരിയാണ്. ഇതാണ് നമ്മുടെ വൈനിൻ്റെ മെയിൻ ഐറ്റം. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ മുന്തിരി എന്തായാലും നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ ഞാൻ ഇതിനായി 10 കിലോയുടെ ഒരു ഭരണിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഒട്ടും വെള്ളം പാടില്ല. അതിനുശേഷം 2 കിലോ പഞ്ചസാര, ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് നന്നായി കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം ഒരു 5-6 ഏലക്ക, പട്ട, ഗ്രാമ്പു എല്ലാം കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ പഴങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈസ്റ്റ്, ഒരു കവർ ചെറിയ ഈസ്റ്റ്. ഈ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് നമ്മൾ മാതളവും പഴവും അടിച്ചിട്ടില്ല. ആദ്യം നമ്മുടെ ഭരണിയുടെ മേൽഭാഗത്ത് നമ്മൾ ലെയറായിട്ട് ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൂട്ട്സ് കഴുകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചവെള്ളത്തിലാണ് കഴുകുന്നതെങ്കിൽ നന്നായി തുടച്ചതിന് ശേഷം മാത്രമേ നമ്മളിതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പാടുള്ളൂ. കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ വൈന് പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ എടുക്കുന്ന തവിയാണെങ്കിലും എന്താണെങ്കിലും ഒരിക്കലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്താലും മതി. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകിയെടുത്തു കഴിഞ്ഞാൽ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു അംശം കുറച്ചേ കാണും. നമ്മൾ ഇതുപോലെ ലെയറായിട്ട് പഞ്ചസാരയിട്ട് എടുക്കുക. കുറച്ച് ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർക്കുക. അതിനുശേഷം പഞ്ചസാര ഇതുപോലെ അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ ഫ്രൂട്ട് കളറോ അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ വൈനിന് നല്ല റെഡ് കളർ കൊടുക്കുന്നത് നമ്മുടെ മാതളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാതളം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പഞ്ചസാരയുടെ അളവ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈൻ വീര്യം കൂടും. ഞാനിവിടെ ഏകദേശം 1.25 കിലോ വരെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഞാൻ കുറച്ച് ചെറിയ മുന്തിരി ഇതുപോലെ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. മിക്സിയിൽ അടിക്കുന്നില്ല, കാരണം അതിൽ കുരു ഉള്ളത് കാരണം മിക്സിയിൽ അടിക്കുന്നില്ല. അതുപോലെ തന്നെ മാതളവും മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം പോലെ വരും. അതുകൊണ്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ വൈനിന് നല്ല റെഡ് കളർ കിട്ടും. മാതളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഏകദേശമായി. നമുക്ക് പഴവും കൂടി ഇടാനുള്ളൂ. പഴവും നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടില്ല.
പഴം ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെയൊന്ന് നമ്മൾ ആക്കിയിട്ട് കൊടുക്കാം. നല്ല മണവും കിട്ടണമെന്നുണ്ടെങ്കിൽ പൂവൻ പഴമാണ് ഏറ്റവും നല്ലത്. കയ്യിൽ ഏത് പഴം ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ കൂടുതൽ അതിന് ഫ്ലേവർ നൽകുന്നത് പൂവൻ പഴമാണ്. 2 എണ്ണം ചേർത്താൽ മതി. അതിനുശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഗോതമ്പ് ഈസ്റ്റൊക്കെയാണ് ഇതിൻ്റെ ഫെർമെൻറ്റേഷന് സഹായിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ കിഴി പോലെ കെട്ടി ഇടാം. നമ്മൾ അരിച്ചെടുക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് നല്ല വെള്ള തുണിയിൽ കിഴി കെട്ടി അതിനകത്ത് ഇടാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല കൂട്ടും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് പഞ്ചസാര ഇടുക. ഇനി നല്ല ചൂടുവെള്ളം തണുപ്പിച്ചെടുത്തതാണ്. ഇത് നമുക്ക് അളവ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് ഏകദേശം ഒരു 3/4 ഭരണി വരെ നമുക്ക് വെള്ളം ഒഴിക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം നിറയാൻ പാടില്ല, കാരണം ഫെർമെൻ്റ് ആയി ചിലപ്പോൾ പൊങ്ങി കളയാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ മാക്സിമം ഒരു 3/4 അത്രയും മാത്രം വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തവി ഇതുപോലെ തടിത്തവിയായാൽ അത്രയും നല്ലതാണ്. അതിനുശേഷം ഒരു വെള്ള തുണി എടുത്ത് ഇതുപോലെ കവർ ചെയ്യുക. അധികം ഇറുക്കാതെ ഇതുപോലെ കെട്ടി വെക്കുക, എന്നാലേ ഫെർമെൻറ്റേഷൻ നടക്കുള്ളൂ. എന്നിട്ട് മുഴുവനും കവർ ചെയ്യാതെ കുറച്ച് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് 1.5 ഇടവിട്ട് ഇതുപോലെ എടുത്ത് ഒന്ന് കറക്കി വെക്കുക. നമുക്ക് ഇത് മാക്സിമം ഒരാഴ്ചയൊക്കെ മതി. 5-6 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നല്ല ഫെർമെൻ്റ് ആവും. അപ്പോൾ 1.5 ഇടവിട്ടോ 2 ദിവസത്തിൽ ഒരിക്കയോ നമ്മളെടുത്ത് ഇതുപോലെ തവി വെച്ച് ഒന്ന് കറക്കിയെടുക്കുക. നന്നായിട്ട് മിക്സ് ആയിട്ട് ഫെർമെൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഒരാഴ്ച വരെ മതി നമുക്ക്. പിന്നെ ഇത് വെക്കുമ്പോൾ വെളിച്ചമൊന്നും അടിക്കാത്ത ഒരു ഇരുണ്ട പ്രദേശത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെർമെൻറ്റേഷന് നല്ല ഇതാണ്. ഒരു ഇരുണ്ട സ്ഥലത്ത് വേണം നമ്മുടെ ഭരണി വെക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അതുപോലെ വെക്കുക. സന്ധ്യ സമയത്തൊക്കെ എടുത്ത് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അധികം സൂര്യപ്രകാശമൊന്നും അടിക്കാത്ത ടൈമിൽ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം വീണ്ടും ഇതുപോലെ തുണിയിൽ നമ്മൾ കെട്ടി അതുപോലെ വെക്കുക. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട്. നമ്മുടെ വൈൻ ഏകദേശം റെഡിയായി. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കലക്കുക. ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട് ആ വൈനിന്റെ. അതിനുശേഷം വേറൊരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒരു തുണി വെച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഇതുപോലെ കുറച്ച് നന്നായിട്ട് നമ്മൾ ആ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് നന്നായിട്ട് എടുത്താൽ
നമ്മുടെ ആ വൈനിൻ്റെ ആ കളറൊക്കെ കണ്ടോ, മാതളൊക്കെ വേറെ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ വീഡിയോ കാണിക്കാനായിട്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു 2-3 ദിവസം നമ്മളൊരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് തെളിഞ്ഞ് വരും. അതിനുശേഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് കുറേ നാൾ വരെ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ടേസ്റ്റി വൈന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേരി ക്രിസ്മസ്. താങ്ക് യു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.